അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗം മുതൽ വടക്കൻ ലക്ഷദ്വീപ് വരെ നീളുന്ന ന്യൂനമർദ്ദ പാത്തിയും പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, വടക്കൻ ഒഡീഷ മേഖലകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവുമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ പ്രധാന കാരണമായി പറയുന്നത്. ഇതോടുകൂടി തന്നെ വരുന്ന 5 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ കനത്ത മഴ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. ഇന്ന് ജൂലൈ 17, ഇന്ന് മുതൽ 21-ാം തീയതി വരെയാണ് മഴ കനക്കാനുള്ള സാധ്യത. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ പ്രവചനം. 17 മുതൽ 19 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. 18-ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 19-ന് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലും മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർച്ചയായി തന്നെ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ അതിനെല്ലാം തന്നെ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തുകയും അധികൃതരുടെ നിർദ്ദേശാനുസരണം തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതും ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടതും അനിവാര്യമാണ്. നദിക്കരകളിലും അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങളിലും ഉള്ളവരെല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിലുള്ളവർ പകൽ സമയത്ത് തന്നെ അവിടെ തദ്ദേശ റവന്യൂ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തന്നെ മാറണം. യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. പൂർണ്ണമായും യാത്രകൾ ഒഴിവാക്കണം. ജലാശയങ്ങളിൽ ഇറങ്ങരുത്. അത് ശക്തമായ മഴയുള്ളപ്പോൾ തന്നെ നദികൾ മുറിച്ചു കടക്കുവാനോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ ഈ ജലാശയത്തിൽ ഇറങ്ങുവാനോ പാടുള്ളതല്ല. മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുന്നതും സെൽഫി എടുക്കുന്നതും ഈ സമയങ്ങളിൽ ഒഴിവാക്കണം. വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ തന്നെ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകളും വിനോദയാത്രകളും മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന റോഡുകളിലൂടെ തന്നെ വാഹനം ഓടിക്കുകയും അരുത്. ശക്തമായ കാറ്റ്, എമർജൻസി കിറ്റുകൾ ഇതെല്ലാം തന്നെ കരുതേണ്ടതും അനിവാര്യമാണ്. അതായത് അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ കാറ്റിനെതിരെ പ്രത്യേക മുൻകരുതലുകൾ എടുക്കണം. മരങ്ങൾ കടപുഴകി വീഴുകയും പോസ്റ്റുകൾ തകരുകയും ചെയ്യുന്ന സമയത്ത് അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ സ്വകാര്യ പൊതു ഇടങ്ങളിലെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്യണം. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾ എമർജൻസി കിറ്റുകൾ തയ്യാറാക്കി വെക്കേണ്ടതും അനിവാര്യമാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടങ്ങളിൽ സഹായത്തിനായി തന്നെ 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളിൽ മാറ്റം വരുവാനും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കുവാനും ഇവിടെ അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.